അതിന് ഒരു വാക്കുകൂടി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നാരായണ ചിത്രമായിട്ട് കണ്ണൂർ ചെന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഹൃദയമ്മ ടീച്ചർ നാടല്ലേ എന്നാണ് ചോദിച്ചത്. പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ഹൃദയമ്മ ടീച്ചർ അറിയാത്ത ആളുകളില്ല എന്നുള്ളത് കൂടി സന്തോഷത്തോടെ നമുക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഈ സത്രവുമായിട്ട് നമ്മൾ നടക്കാൻ പോകുന്ന നാരായണീയത്തെ കുറിച്ച് വിശദമായിട്ട് ടീച്ചറും അല്ലെങ്കിൽ സ്വാമിജിയും നമ്മുടെ പ്രഭാഷണങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി സ്വാമിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നാരായണ നാരായണ നാരായണ. ഞാൻ മലയാളിയാണ്, പക്ഷെ ജനിച്ച് വളർന്നത് തമിഴ്നാട്ടിലാണ്. ഓൾസോ ഞാനൊരു 10-12 കൊല്ലം മൗനത്തിലായിരുന്നു. സോ ഫ്ലുവൻ്റായിട്ട് ഒരു ഭാഷ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. മലയാളം കുറച്ച് ഇറ്റ്സ് നോട്ട് ഗുഡ് മൈ മലയാളം. സോ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് വളരെ സന്തോഷമാണ് ഇവിടെ വന്നിട്ട് ഈ ഇത്ര ആൾക്കാർ വന്നിട്ട് നാരായണീയം പാരായണം ചെയ്യാൻ ഇത്ര സപ്പോർട്ടുണ്ട് നാരായണീയത്തിന്. ഈ ചെറിയ ടൗണിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. നിങ്ങൾ നമ്മുടെ ഭാഗ്യമാണ് നിങ്ങൾ കലിയുഗത്തിൽ ജനിച്ചത്. എല്ലാവരും പറയും കലിയുഗം ഡിഫിക്കൽട്ടാണ്, നമുക്ക് സത്യയുഗത്തിൽ ജനിക്കേണ്ടിയിരുന്നു, എന്തിനാണ് നിങ്ങൾ കലിയുഗത്തിൽ ജനിച്ചത്? പക്ഷെ കലിയുഗത്തിലാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു എപ്പോഴും കുറച്ച് പതുക്കെ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക. ഭഗവാൻ മഹാദേവൻ ഉടനെ അസുദർശനാണ്, ഉടനെ വരപ്രസാദിയാണ്, ഉടനെ അനുഗ്രഹിക്കും. ഭഗവാൻ മഹാവിഷ്ണു പതുക്കെയാണ് ചെയ്യുക. പക്ഷെ ഈ കലിയുഗത്തിൽ ഭഗവാൻ വേഗം അനുകരിക്കേണ്ട 100 ദിവസത്തിൽ മേൽപ്പത്തൂർ നമ്പൂതിരിൻ്റെ വാതരോഗം ശരിയാക്കി വിശ്വരൂപകം കാണിച്ചു. ഇങ്ങനെ ഒരു വലിയ ടെക്സ്റ്റ് നാരായണീയം അതിൽ ഇല്ല. നാരായണീയത്തിന് ശക്തിയുണ്ട്. അത് പ്രാർത്ഥന, അത് ഒരു ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഔഷധമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരു ധ്യാനത്തിന് യൂസ് ചെയ്യാൻ പറ്റും, ഭക്തി മാർഗത്തിന് യൂസ് ചെയ്യാൻ പറ്റും, മോക്ഷത്തിനും ഒരു വഴിയാണ് ഈ നാരായണീയം. അത് 100 ദിവസത്തിൽ മേൽപ്പത്തൂർ തിരുമേനി എഴുതി തന്നു നമുക്ക്. അത് 100% ഭഗവാന്റെ അനുഗ്രഹത്തിലാണ് ചെയ്തത്. വേറെ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല തിരുമേനിക്ക്. സോ നമുക്ക് ഇപ്പോൾ ഇന്ന് മോൾക്ക് പാരായണം തുടങ്ങുമല്ലേ, അത് കഴിഞ്ഞിട്ട് ഭാഗവത സത്രം നടക്കും. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്, ഭഗവാന്റെ അനുഗ്രഹത്തിലാണ് ഇത് നടക്കുന്നത്. സോ എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം, ഓർഗനൈസേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവണം, ആൻഡ് എല്ലാം സ്മൂത്തായിട്ട് ശരിക്കും നടക്കണം. നാരായണ നാരായണ. താങ്ക് യു സ്വാമിജി. അടുത്ത 2 വാക്ക് സംസാരിക്കുന്നതിനായി ടീച്ചറെ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജംഗ്രേ. തൃക്കാക്ഷേത്രവുമായിട്ട് എനിക്ക് വളരെ വർഷങ്ങൾ മുമ്പ് മുതൽ എനിക്ക് പരിചയമാണ്. കാരണം 2006 ഇവിടെയുള്ള മാതൃസമിതിക്കാരെല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു, നാരായണി അപ്പോൾ കോടനാട് കുച്ചിലക്കോട് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, ടീച്ചറെ ഞങ്ങളെയും കൂടെ ഒന്ന് പഠിപ്പിക്കണം, ഞങ്ങൾക്ക് വളരെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് 2006 ഞാൻ ഇവരെല്ലാവരെയും നാരായണിയും പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഭാഗവതം പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗവതം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ബാബുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാഗവതം കേൾക്കണം, അതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിപ്പിക്കാൻ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് ഭാഗവതം പഠിപ്പിച്ചു. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ നാരായണീയം ഭാഗവതം തന്നെയാണല്ലോ നാരായണീയം, ആ നാരായണീയം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏത് ഭാഗവത സപ്താഹത്തിന് പോയാലും ഞങ്ങൾക്ക് അർത്ഥമൊക്കെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്, ടീച്ചർ അങ്ങനെ വിശദമായിട്ട് പഠിപ്പിച്ചത് കാരണം എന്നോട് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല അവർ എല്ലാ വർഷവും സമർപ്പിച്ച ആ ദിവസം കണക്കാക്കി എത്രയോ സ്ഥലത്ത് ഈ പല സ്ഥലങ്ങളിലും ഞാൻ നാരായണീയ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും ആ ഡേറ്റ് ഓർമ്മിച്ച് വെക്കാറില്ല. പക്ഷേ ഈ തൃക്കയിലുള്ളവർ ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മ വെച്ച് എല്ലാ വർഷവും ആ സമയത്ത് എന്നെ വിളിക്കും, ഇവിടെ നാരായണീയം നല്ല രീതിയിൽ ആഘോഷിക്കും. അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പല സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഇവിടെ മാത്രമാണ് അങ്ങനെ എല്ലാ വർഷവും എന്നെ വിളിച്ച് ആദരിക്കുകയും ഇങ്ങനെ നാരായണീയം വായിക്കുകയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ നാരായണത്തിൻ്റെ മഹിമ ഇവർക്ക് നല്ലതുപോലെ അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വെറുതെ വായിച്ചതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ. അതായത് 2001 എനിക്ക് അഖില കേരള നാരായണീയ പുരസ്കാരം ലഭിച്ചു മുൻ ശബരിമല മേൽശാന്തിയിൽ നിന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നാരായണീയം വായിക്കുമ്പോഴെല്ലാം കിട്ടുന്ന ആ നാരായണീയ വട്ടതിരിപ്പാടിൻ്റെ ആ സംസ്കൃത രത്നത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ നാരായണീയ പാരായണം ചെയ്യുമ്പോൾ ഓരോ ദിവസവും പാരായണം ചെയ്യുമ്പോഴും എനിക്ക് ഒരു രത്നം കിട്ടും അതിൽ നിന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്ന് ഓരോ ദിവസവും പാരായണം ചെയ്യുമ്പോഴും അതുവരെ കിട്ടാത്ത ഒരു രത്നം എനിക്ക് കിട്ടും, അറിവിൻ്റെ രത്നം. അതാണ് അതിശയം. എത്ര വായിച്ചാലും ആ അറിവ് തീരില്ല നാരായണത്തിൻ്റെ. ആണ് ഭട്ടതിരിപ്പാടിൻ്റെ നാരായണത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നാരായണീയം എല്ലാവരെയും ഒരു ഭക്തിയുള്ളവർക്ക് ആ നാരായണീയം തന്നെയല്ല ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു അപൂർവ ഭാഗ്യമാണ്. ആ ഭാഗ്യം എനിക്ക് കിട്ടി. പല സ്ഥലത്തും പോയി സപ്താഹങ്ങളും നവാഹങ്ങളും ഒക്കെ വായിക്കാനും എല്ലാവരെയും പഠിപ്പിക്കാനുമുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അത് ഇവർക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നന്മ ഉണ്ടാവട്ടെ. ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ബാബു ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുമ്പോട്ട് വരാൻ ആളുകൾ കുറവായിരിക്കും. എങ്കിൽ പോലും അതിനെല്ലാം മുൻകൈ എടുത്ത് ബാബു എല്ലാ കാര്യത്തിലും നടക്കണം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇത്ര ഭക്തിയായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാവർക്കും തൃക്ക ക്ഷേത്രത്തിലെ ദേവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് 90 വയസ്സായി. നവതി ആഘോഷിച്ചു അമ്പലത്തില് ധന്വന്തരി ക്ഷേത്രത്തില്. ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രത്തിൽ തന്നെ അവരെല്ലാവരും കൂടി ഇവിടെ തന്നെ ആദരിക്കുമെന്ന് പറഞ്ഞു. അവിടെ 16 സപ്താഹമായി ഞാൻ നടത്തണു. അവിടെയാണ് നവതി ആഘോഷിച്ചത്. നവതിയൊക്കെ ആഘോഷിച്ചു. അപ്പം അങ്ങനെ എനിക്ക് എല്ലാ കാര്യത്തിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഭഗവാൻ നിങ്ങൾക്കും എല്ലാവർക്കും ആ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നാരായണീയം, അതായത് ഈ കലിയുഗത്തിലെ നാരായണീയ പാരായണം, ആ ഭട്ടതിരിപ്പാട് നാരായണീയ കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം അതായത് 1000-ൽ പരം ശ്ലോകങ്ങളിലാണ് അദ്ദേഹം ഈ നാരായണീയ, അതായത് ഭാഗവതമാകുന്ന സുമേരു ശൃംഗത്തിൽ നിന്ന് ഒരു 1000-ൽ പരം രത്ന ശിലകൾ അടർത്തിയെടുത്തിട്ട് അദ്ദേഹം അതുകൊണ്ട് ഒരു ശ്രീലകം ഉണ്ടാക്കി. ആ ശ്രീലകം ഉണ്ടാക്കിയിട്ട് തൻ്റെ ഇഷ്ടദേവനായിട്ടുള്ള ഗുരുവായൂരപ്പനെ അതിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ 1000 ആരോഗ്യ
ആയുരാരോഗ്യ സൗഖ്യങ്ങൾ അദ്ദേഹം നേടി. അതേപോലെ അദ്ദേഹം പ്രാർത്ഥിച്ചത്, ഭക്തന്റെ പ്രാർത്ഥനയാണ് ഭഗവാൻ കേൾക്കുന്നത്, പ്രാർത്ഥിച്ചത് ഇതേപോലെ എനിക്ക് തന്ന ആ സൗഭാഗ്യം പോലെ തന്നെ ഈ നാരായണീയം ആരാണോ കലിയുഗത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഭക്തിയോടുകൂടി അവർക്കും അതുപോലെയുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങൾ കൊടുക്കണേ ഭഗവാനെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നുണ്ട്. പലർക്കും ഞാൻ പഠിപ്പിച്ച പല സ്ഥലത്തും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ നാരായണീയം ഈ കലിയുഗത്തിൽ നമുക്ക് കിട്ടുന്ന ആദിവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരമമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാനിൻ്റെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. എല്ലാവർക്കും നല്ലത് പറ്റേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷണത്തിൽ എത്തിച്ചേർന്ന സ്വാമിജിയെ ആദരിക്കുന്നതിനായിട്ട് സത്രം ചെയർമാൻ ശ്രീ എൻ പി ബാബു അവർ ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നാരായണീയം പാരായണം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഹൃദയമ്മ ടീച്ചർ പഠിപ്പിച്ച ഒത്തിരി കുട്ടികൾ ഇവിടെ ഉണ്ട്. ടീച്ചർക്ക് ഇത്രയും പ്രായമായി എന്നൊക്കെ പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇനിയും നമ്മുടെ കൂട്ടത്തിൽ ഒരു 19 വർഷം ഓരോ വർഷം നമ്മളിത് നാരായണീയം ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്നാണ് പറയുന്നത്. ടീച്ചറെ കുറിച്ച് നമുക്ക് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഇതിൽ നിന്ന് നമുക്കൊരു രഹസ്യം മനസ്സിലായത്. നമ്മുടെ നാരായണീയ സമിതികൾ 17 വർഷമായിട്ടും 16 വർഷമായിട്ടും കൃത്യമായിട്ട് ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ആനന്ദാനത്ത് കാവിലും ഇവിടെ പഠിപ്പിച്ചതിന് ശേഷം പിറ്റേ വർഷം ടീച്ചർ പഠിപ്പിച്ചത് അവരും ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ നമ്മുടെ നാരായണീയ പാരായണം നടത്തുന്ന ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ടീച്ചർ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ നമ്മുടെ നാരായണത്തെക്കുറിച്ചും സത്രത്തെക്കുറിച്ചും സംസാരിക്കാനായിട്ട് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ സത്രം നടത്തിയ ആൾ വന്നിരുന്നു. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളോട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ആലിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നല്ലൊരു വൈവ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം സ്ഥിരമായിട്ട് വരുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും, പക്ഷേ എന്തോ ഇതിൻ്റെ അകത്ത് വലിയൊരു സംഭവം ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഓഫർ ഞങ്ങൾക്ക് തരണം, എന്തെങ്കിലും ഓഫർ ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ രാവിലെ വന്നപ്പോൾ തന്നെ ഒരു അമ്മ ഒരു വലിയൊരു തുക ഞങ്ങൾ ഏൽപ്പിച്ചു. കാരണം അത് അവരിത് എൻ്റെ വകയാണ്, എൻ്റെ മക്കൾ വേറെ തരുമെന്ന് പറയുകയും അത് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഒരു സമ്പത്താണ് കഴിഞ്ഞ ദിവസം നമുക്ക് അയ്യപ്പ സത്രത്തിൽ നിന്ന് വന്നിട്ട് തന്നത്. അവർ പറഞ്ഞു വെച്ചാൽ 3 പേർക്ക് അയോധ്യയിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ഇപ്പോൾ ഹൃദയമ്മ ടീച്ചർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ രഹസ്യം മനസ്സിലായത്. കാരണം നമ്മുടെ ഇവിടെയുള്ള നാരായണ സമിതി ആളുകളുടെ ആക്റ്റീവ് അല്ലെങ്കിൽ മാതൃസമിതികളുടെ ആക്റ്റീവ് കൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് നിങ്ങളുടെ മാതൃസമിതി നാരായണ സമിതിക്ക് മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത് ഈ സത്രം വിജയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ 3 പേരെ കമ്മിറ്റിക്കാർക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ന് തന്നെ തീരുമാനിച്ചു. നമ്മൾ പോയിട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ ഇതിനുവേണ്ടി ഒരു 10ഓളം ടീം അംഗങ്ങളെ നമ്മൾ കളക്ഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ 10 പേര് അടങ്ങുന്ന ടീമുകൾ 10 ടീമിന് ആ 10 ടീമുകൾ എത്രയൊക്കെ വീട്ടിൽ കയറാം. അവർക്ക് 50 വീടാണ് കൊടുത്തേണേ. പക്ഷേ 50 വീട് കഴിഞ്ഞാൽ 51ാമത്തെ വീടോ 60 വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവരെ മാക്സിമം ക്ഷണിച്ചു വരുത്തുക. അതുകൊണ്ട് തന്നെ മാക്സിമം വഴിപാടുകൾ സംഘടിപ്പിക്കുക, മാക്സിമം കളക്ഷൻ എടുക്കുക, ഇവിടെ വെക്കുന്ന വിഗ്രഹങ്ങൾ വിറ്റഴിക്കാൻ സംവിധാനം ചെയ്യാം, വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കി കൊടുക്കുക, അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കുക. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം കാണിക്കുന്ന 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് ഞങ്ങളല്ല സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊരു 3 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അയോധ്യയിലേക്ക് ഏപ്രിൽ മാസം വരുന്ന ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്ന കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും മത്സരബുദ്ധിയോടെ സ്വീകരിക്കണം. ആരാണ് ഇതിൽ 3 പേരിൽ ആർക്കാണ് ഇതിൽ ഭാഗ്യം കിട്ടുന്നത്, ആ 3 പേര് ഇതിൽ നിന്ന് ആർക്കാണ് 3 പേരാവാൻ ഭാഗ്യം കിട്ടുന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടതാണെന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഈ സത്രത്തിലേക്ക് ഇനി മുതലുള്ള ഓരോ ദിവസവും നമുക്ക് ഇന്ന് 21 ദിവസമുണ്ട് നമ്മുടെ നാരായണം തീരുന്നതിന്. അതിനുശേഷം നമുക്ക് നമ്മുടെ 28ാം തീയതിയാണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. അതിലുപരി നമുക്ക് സെമിനാർ നടക്കുന്നുണ്ട്. നമുക്ക് ഭാഗവതവും ആരോഗ്യവും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കാൻ വരുന്നത് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാറാണെന്നുള്ള ഇവർ അറിയിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചടങ്ങ് തുടങ്ങുന്നത് 30ാം തീയതിയാണ്. 30ാം തീയതി വൈകുന്നേരം 3 മണിക്ക് പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വരുന്ന രഥഘോഷയാത്രകൾ തൃക്കേപ്പടിക്കൽ വരുമ്പോൾ 1008ഓളം വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പുതാനമേന്തിയ നാളുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ വന്നു കയറുമ്പോൾ TSCGയുടെ സംഗീത സദ്യ നടക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് അന്ന് ഭദ്രദീപം കൊളുത്തുന്നത് ഗുരുവായൂർ നമ്മുടെ തന്ത്രി
തിരുനാൾ പത്മനാഭം ഒരുപാട് ഭദ്രദൈവം കൊളുത്തുന്നു. ഗുരുവായൂർ തന്ത്രി ചേന്നാസ് നമ്മുടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നു. നമ്മുടെ മുൻ ശബരിമല ഗുരുവായൂർ മേൽശാന്തി ശശി അഴീക്കോട് നമുക്ക് കുടിമരത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തുന്നു. ഗ്രന്ഥയാത്ര നമ്മൾ ഗ്രന്ഥം ചെയ്യുന്നത് നമ്മുടെ ഭാഗവതംശം വട്ടിക്കൽ രാമനാഥ് സാറാണ്. നമ്മുടെ ആചാര്യയുടെ വരുന്ന മൂർഖൻ കേൾക്കുമ്പോൾ ഒരുപാടാണ്. അതിനുശേഷം പിറ്റേ ദിവസം പോലും നമ്മുടെ ചടങ്ങുകൾ തുടങ്ങുകയാണ്. കേരളത്തിൽ തന്നെ ഏകദേശം 80ഓളം പ്രഭാഷണം, ഒരു ദിവസം നമുക്ക് 8 മുതൽ 10 വരെ പ്രഭാഷണം കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയ നാടാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത് ആരും ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യരുത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 600ഓളം പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു 400 പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം, ഒരു അറ്റ് എ ടൈമിൽ 1000, 1200 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നതിലുപരി രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുങ്കാപ്പി മുതൽ ചായ കുടിക്കാൻ, കടുങ്കാപ്പി കുടിച്ചില്ലോ എന്ന് വിഷമിക്കേണ്ട, ഇവിടെ വന്നതിന് ശേഷം കടുങ്കാപ്പി ഞാൻ ഉണ്ടാക്കി തരും. ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ മാതൃസമിതി നാരായണ സമിതി ടീം അങ്ങനെ ചെയ്യുന്നുണ്ട്. രാവിലത്തേക്ക് ചായ കൊടുക്കുന്നുണ്ട്, പിന്നെ ഉച്ചത്തേക്ക് ഊണ് തയ്യാറാക്കുന്നുണ്ട്. വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായ കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് ടെൻഷനോടെ വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടികൾ വന്നു കഴിയുമ്പോൾ ചായ ഒരുക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ചായ മാത്രമല്ല, അതിനുള്ള കടി കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഭക്ഷണം വെച്ച് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചിന്തിക്കേണ്ട, അതിനുള്ള ഭക്ഷണം വരെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഭഗവാന്റെ നാമത്തിൽ ഭഗവാൻ നമുക്ക് ഒരുക്കാൻ സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ഇതെല്ലാവരും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അത് തന്നെയുമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവം ഇപ്പം ഇന്ന് രാവിലെ പറഞ്ഞു, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി ദൂരെ നിന്ന് തന്നെ ഇപ്പോൾ നാരായണ കേൾക്കാനും ഇതിൽ പങ്കാളികളാവാനും വരുന്നുണ്ട്. ജോലി വേണ്ട എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ജോലി ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരെ 27-28 പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്. അതിൽ മാക്സിമം ആളുകൾ ഇങ്ങോട്ട് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. വിവാഹം കഴിച്ചു പോയ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ തൃക്കാരിൽ നിന്നൊക്കെ ആ ചേച്ചി സംസാരിച്ചു. നമുക്ക് ഏത് രീതിയിലാണ് ഭംഗിയാക്കേണ്ടത് ആ ഭംഗിയാക്കേണ്ടത്. ഇപ്പോൾ ആ ചേച്ചിയൊക്കെ തന്നെ ശരിക്കും വേണ്ടി തൃക്കാരിൽ നിന്ന് ശരിക്കും വേണ്ടി 4 ബുക്ക് പിരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരൊക്കെ അഡ്വൈസ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അഡ്വൈസ് വരണം. എന്തെങ്കിലും ഭാഗത്തുനിന്ന് കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും ഷുഗറും പ്രഷറുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും കാരണവശാൽ ഒരു മാനസികമായിട്ട് വിഷമം വന്നാൽ അന്ന് തന്നെ വൈകുന്നേരം തീർത്തിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഒരു മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് നമ്മുടെ ഉത്സവമാണ്. നമ്മളുടെ എല്ലാവരും കൂടി മാത്രം വിചാരിച്ചാൽ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഭാഗത്തുനിന്ന് കമ്മിറ്റിക്കാരുടെ ഭാഗത്തുണ്ടാകാൻ ഒരു വിഷമമായിട്ട് വയ്ക്കരുത്. ഒരു അധികാരമില്ല, അഹങ്കാരമില്ല. നമ്മളെല്ലാവരും കൂടിയാൽ മാത്രമേ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട സന്തോഷം. നമ്മുടെ മല്ലിക ചേച്ചി ടീച്ചറാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത്. ഈ ഹൃദയകുമാർ ടീച്ചറുടെ ഒരു ശിക്ഷ എന്നുള്ള നിലയിലും ഈ ക്ഷേത്രത്തിൻ്റെ ഇതേവരെയുള്ള പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടും ഇത് ഈ സത്രം വളരെ വൻപിച്ച് വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ വളരെ പ്രയാസങ്ങളുണ്ടെന്നൊക്കെ ഞങ്ങൾ പറയേണ്ടതന്നെ അവർക്കറിയാം. എങ്കിൽ പോലും പക്ഷേ ഇവിടെ വന്ന ആൾക്കാർ ഒന്നും വിഷമിക്കില്ല. ഇനി പൈസ തരണമല്ലോ എന്ന് കരുതി ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. ഈ പ്രാർത്ഥന മാത്രം മതി. പൈസയ്ക്ക് ഇനി പൈസ ചോദിക്കുമോ എന്ന് ചോദിച്ച് ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കേണ്ട. ഇപ്പോൾ വലിയ ടീച്ചർ നമുക്കൊരു 5000 രൂപ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നേരിട്ടുള്ളത്. അപ്പോൾ പൈസയ്ക്കല്ല, നമുക്കിവിടെ വന്ന് പ്രാർത്ഥന മാത്രം മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥന കൊണ്ട് എല്ലാം നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പല പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒത്തിരി ഞാൻ പിന്നീട് അവസരം ചർച്ച ചെയ്യുന്നതാണ്, ഇപ്പം സംസാരിക്കുന്നില്ല. ഇപ്പോൾ നല്ലൊരു കാര്യങ്ങൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് തുടങ്ങാം. ഈ സദസ്സിലേക്കും സദസ്സിലിരിക്കുന്ന എല്ലാവരെയും നാരായണത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ.